ഇന്ന് നമ്മൾ ക്രോഷ്യ ചെയ്തെടുക്കാൻ പോകുന്നത് ഈ കാണുന്നൊരു മെഷ് ബോയ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാറ്റേൺ വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ മെഷ് ഹാൻഡ് ബാഗ്സ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അതായത് ഏതൊരു ക്രോഷ്യ ചെയ്യുന്ന ഒരാൾക്കും നമുക്കൊരു ഹാൻഡ് ബാഗ് ഒക്കെ ഉണ്ടാക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടാവുമല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെഷ് ഹാൻഡ് ബാഗ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഈ ഒരു സെയിം പാറ്റേൺ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം 71 ചെയിൻ സ്റ്റിച്ചസ് ആണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതാ ഞാൻ നമ്മുടെ ആദ്യം സ്ലിപ്പ് നോട്ട് ചെയ്തിട്ട് 71 ചെയിൻ സ്റ്റിച്ചസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഹുക്കിയിരിക്കുന്ന സ്റ്റിച്ച് 1 അത് സ്കിപ്പ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള സ്റ്റിച്ചിൽ ഞാനൊരു DC ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അതായത് നമ്മൾ ഡബിൾ ക്രോഷ്യ. അപ്പോൾ ഞാൻ ഈ പറയുന്ന DC ഒന്നും നിങ്ങൾക്ക് എന്താണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്റ്റിച്ചസും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല വേറൊരു സ്റ്റിച്ചസ് പഠിപ്പിക്കുന്ന ഒരു വീഡിയോ ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്രോഷ്യ പാറ്റേൺസ് ഒക്കെ നിങ്ങൾക്ക് അല്ലെങ്കിൽ ക്രോഷ്യൻ്റെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ അതാ ഞാൻ അടുത്തതും ഇതേപോലെ തന്നെ വീണ്ടും ഒരു ചെയിൻ സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്തയിലാണ് ഞാനിതാ DC ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു പാറ്റേൺ, അതായത് നമ്മുടെ ഈ ഒരു 71 ചെയിൻ സ്റ്റിച്ചിൻ്റെ എൻഡിങ് വരെ നമ്മൾ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഈ മെഷ് ഇങ്ങനെ ഫോമായിട്ട് വരുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ തന്നെ നമുക്ക് മെഷ് ഇങ്ങനെ ഫോമായിട്ട് വരുന്നത് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഹാൻഡ് ബാഗ് ഉണ്ടാക്കുമ്പോൾ ഏകദേശം ഈ ഒരു സെയിം പാറ്റേൺ തന്നെ ഫോളോ ചെയ്താൽ മതി. ഇനി ഇതിൽ നമ്മൾ അടുത്ത റോ എങ്ങനെ ചെയ്യുന്നുള്ളതാണ് ഞാനിപ്പം കാണിക്കുന്നത്. അത് നമുക്ക് ഹാൻഡ് ബാഗ് ഉണ്ടാക്കുമ്പോഴും സെയിം തന്നെ നമുക്ക് അടുത്ത റോയിലേക്ക് പോകുമ്പോൾ ഇവിടെ ഞാൻ 4 ചെയിൻ സ്റ്റിച്ചസ് എക്സ്ട്രാ ചെയ്തിട്ട് അതിനെ ഫ്ലിപ്പ് ചെയ്തു കേട്ടോ. നമ്മുടെ പാറ്റേൺ ഞാൻ ഫ്ലിപ്പ് ചെയ്തു. എന്നിട്ടാണ് സെയിം അടുത്ത റോ ഈ സെയിം പാറ്റേൺ തന്നെ, അതായത് ആദ്യത്തെ ഒരു തൊട്ടടുത്തുള്ള സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്തയിൽ ഞാൻ വീണ്ടും ഒരു DC ചെയ്ത് കൊടുക്കുകയാണ്. അതായത് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുന്നു, എന്നിട്ടൊരു ചെയിൻ 1 ചെയ്തിട്ട് വീണ്ടും സ്കിപ്പ് ചെയ്യുന്നു, വീണ്ടും DC ചെയ്യുന്നു, പിന്നെയും ചെയിൻ 1 ചെയ്തു. ഈ സെയിം പാറ്റേൺ ഇതിൻ്റെ എൻഡിങ് വരെ ചെയ്തു പോവുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതാ ഈ ഒരു ബോയ് ഉണ്ടാക്കാനാണ് ഇപ്പോൾ ഞാനിത് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഹാൻഡ് ബാഗ് ഉണ്ടാക്കാൻ ഈ ഒരു പാറ്റേൺ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര ഈസി ആയിട്ടുള്ള ബേസിക് സ്റ്റിച്ചസ് മാത്രം വരുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ. പിന്നെ മാജിക് റിങ്ങും കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ മാജിക് റിങ് വെച്ചിട്ട് നമുക്ക് പാറ്റേൺസും അല്ലെങ്കിൽ സ്റ്റിച്ചസൊക്കെ എങ്ങനെ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ലോങ് വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മുടെ ഈ ഒരു വീക്കെൻഡിൽ തന്നെ വരുന്നതായിരിക്കും. അത് ഞാൻ മറന്നിട്ടൊന്നുമില്ല. അപ്പോൾ അതാ ഞാനിത് വെച്ചിട്ട് നമ്മുടെ ബോയ് ഉണ്ടാക്കാൻ പോകണം കേട്ടോ. ഭയങ്കര ഈസി ആയിട്ടാണ് കേട്ടോ ഞാനത് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾ വെറുതെയൊക്കെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ക്രോഷ്യ പാറ്റേൺ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ ഞാൻ നമ്മുടെ ആ വൈറ്റ് ആണ് യൂസ് ചെയ്ത് ടൈ ചെയ്ത്. ഇതാണ് നമ്മുടെ ഫൈനൽസ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.